ഹലോ ഗൈസ്, ഇന്ന് നമ്മൾ ഒരു കേക്ക് ഉണ്ടാക്കാൻ പോവുകയാണ്. കുട്ടികൾക്ക് കഴിക്കാൻ പാകത്തിന് ഒരു ഹെൽത്തി ആയിട്ടുള്ളൊരു കേക്കാണ് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. ഇതൊരു തട്ടിക്കൂട്ട് കേക്കാണെങ്കിലും എന്തായാലും കടയിൽ നിന്ന് വാങ്ങുന്ന കേക്കിനേക്കാളും നമുക്ക് ധൈര്യമായിട്ട് കൊടുക്കാം. അത്രയും ക്വാണ്ടിറ്റിയും കുട്ടികളിലെത്തില്ല, എന്ന ആവശ്യത്തിനുള്ള പ്രോട്ടീൻസും വിറ്റാമിൻസൊക്കെ ചെല്ലും ചെയ്യും. ഇതൊന്നും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. അത് നമ്മളിത് പൊട്ടിച്ചിട്ട് അതിലെടുത്തു. ഇനി നമ്മൾ ഡയറി മിൽക്ക് പാലൊഴിച്ചിട്ട് മെൽറ്റ് ചെയ്തെടുക്കുകയാണ് ചോക്ലേറ്റ് പൗഡർ ആയാലും മതി കേട്ടോ. അങ്ങനെ ഇല്ലാത്ത കാരണം ഡയറി മിൽക്ക് എടുക്കാമെന്ന് മാത്രം. നമുക്ക് മിക്സിയിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് അടിച്ചെടുക്കാം. നല്ലപോലെ പൊടിയാക്കിയിട്ട് നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് പാലൊഴിച്ചിട്ട് മെൽറ്റ് ചെയ്തെടുക്കാം. കേക്ക് ഉണ്ടാക്കണല്ലോടാ പിന്നെ ഉണ്ടാക്കാ പിന്നെ ഉറങ്ങി എനിക്ക് വന്നാ നമുക്ക് പഞ്ചസാര മെൽറ്റ് ചെയ്തെടുക്കാം. മതിയല്ലോ പൊന്ന, കുറച്ചിട്ടാൽ മതി അല്ലേ? ഓക്കെ. മാമുത്തിൻ്റെ നീയെ മെൽറ്റ് ചെയ്തെടുത്തതിലേക്ക് ഞാൻ നട്ട്സ് കുറച്ച് പൊടി കുറച്ച് ആഡ് ചെയ്യുന്നുണ്ട്. വാൾനട്ടും ബദാമാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. വാൾനട്ട് ഇടണമെന്നില്ല, മോള് വാൾനട്ട് അല്ലാതെ കഴിക്കില്ല. അത് കാരണത്താൽ ഞാൻ ഇതിൽ മിക്സ് ചെയ്തേ ഉള്ളൂ. വാൾനട്ടിന് പകരം നിങ്ങൾക്ക് അണ്ടിപ്പരിപ്പോ വേറെ എന്തെങ്കിലും വേണമെങ്കിൽ ഇടാം. എല്ലാവർക്കും വാൾനട്ടിൻ്റെ ടേസ്റ്റ് ഇഷ്ടമാവണമെന്നില്ല. നമ്മുടെ ലായനി ഇവിടെ റെഡി ആയിട്ടിരിക്കുന്നുണ്ട്. ഞാനിവിടെ ബ്രെഡ് എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സൈഡൊക്കെ കട്ട് ചെയ്തിട്ട് സ്ക്വയർ പീസായിട്ട് എടുക്കാം. നമുക്ക് ആവശ്യത്തിനുള്ള ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് എടുക്കാം. എനിക്ക് ഇത്ര മതി, അത് കാരണം ഇത്ര എടുത്തോളൂ. ഓക്കെ, സ്ക്വയർ പീസായിട്ട് ഉണ്ടോ? പിന്നത്തെ ഞാനിങ്ങനെ മുറിച്ചെടുത്തു. താഴ്ന്ന നെയ്തെടുത്തേ, താഴ്ന്ന നെയ്തെടുക്കലേട്ടോ പിന്നോ. ഇനി നമുക്കിതിന് എന്ത് ചെയ്യാം? കീമ തേക്കാം. ഇനി നമുക്ക് ഫസ്റ്റ് ലെയറിൻ്റെ മുകളിൽ പഞ്ചസാര ലായനി ഒഴിക്കാം. ഞാൻ വളരെ കുറച്ചേ ഒഴിക്കണുള്ളൂ കേട്ടോ, സ്പ്രെഡ് ചെയ്ത് ഒഴിക്കാം. മധുരം കൂടുതൽ ഇഷ്ടമുള്ളവർക്ക് കൂടുതൽ ഒഴിക്കാം. എന്നിട്ട് നമുക്ക് ചോക്ലേറ്റ് സിറപ്പ് ഒഴിച്ചു കൊടുക്കാം. നോക്കിക്കോ, തോണ്ടിക്കോ. പൊന്നൂഷിന്റെ കേക്കാ മോനിട്ടായ. നിക്ക് ഇതമ്മക്ക് ഇതിലിടാനുള്ളതാ. വീട് പൊന്നോ, ഇല്ല വിട്. ആ തോണ്ടി തിന്നോ. അതിനുശേഷം നമ്മൾ കുറച്ച് നട്ട്സും കൂടി ആഡ് ചെയ്തിട്ട് അടുത്ത ലെയർ. വേണ്ട മോനറിയില്ല, അമ്മട്ടേരാ. കുട്ടികളെ പറ്റിക്കാൻ പറ്റുന്ന ഒരു കേക്കാണ്. കുറച്ച് വലുതായി കഴിഞ്ഞത് നടക്കത്തില്ല. എന്നിട്ട് പിന്നെ അടുത്ത ലെയർ വയ്ക്കാം. പിന്നെ നമുക്ക് മെൽറ്റ് ചെയ്ത ചോക്ലേറ്റ് ഒഴിച്ചു കൊടുക്കാം. നമ്മ തരാം. തോണ്ടിക്കോ. കുറച്ച് ശേഷം കൊണ്ടിട്ടാ. പിന്നെ ഓരോ ലെയറിലും നമ്മൾ നട്ട്സും ചോക്ലേറ്റും ഇട്ടിട്ട് ഫില്ല് ചെയ്തെടുക്കാം. തരാം. എന്നിട്ട് പിന്നെ നമ്മൾ ഓരോ ലെയറിലും ലായനി ഒഴിച്ചു കൊടുക്കണം കേട്ടോ. ലായനി ഒഴിച്ചിട്ടാണ് ഞാൻ ക്രീം ഇടുന്നത്.
ലായനി ഇങ്ങനെ നമ്മൾ ഇങ്ങനെ മേലെ ഒഴിച്ച് കൊടുക്കാം. മധുരത്തിനനുസരിച്ച് കൂടുതൽ ഒഴിക്കാം. അയ്യോ ഇവിടെ എന്താ എൻ്റെ പൊന്നു നീ കാണിക്കണേ. ഇത് പിന്നെ പൊട്ടി മാറി. അങ്ങനെ നമ്മുടെ ഫൈനലായിട്ട് ലാസ്റ്റ് നമ്മളിടുകയാണ്. ഇതിൻ്റെ ഇടയിൽ കൂടെ ഇവിടെ ഒരു പണി നടക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ കേക്ക് ഓൾമോസ്റ്റ് റെഡി ആയി കഴിഞ്ഞിരിക്കുകയാണ്. ഇനി ഇതിൻ്റെ ചുറ്റിലും ചോക്ലേറ്റ് കൊണ്ട് നമുക്ക് ഒന്നും കൂടി തിക്കായിട്ട് ചുറ്റിലും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ എൻ്റെ ഡെക്കറേഷൻ ആയതുകൊണ്ട് കൂടുതൽ ഗ്ലാമറൊന്നും നോക്കണ്ട. മധുരം കുറവായിരിക്കും കേട്ടോ. പൊതുവേ മോൾക്ക് അധികം ഓവർ മധുരം താല്പര്യമില്ല. മിഠായി കഴിക്കും, പക്ഷേ ഓവർ മധുരം അത്ര താല്പര്യം മട്ടയ്ക്കും. പിന്നെ അത് കാരണം ഞങ്ങൾക്ക് ആവശ്യത്തിനുള്ള മധുരം ഇട്ടിട്ടുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ കൂടുതൽ മധുരം ഇടാം. അതുപോലെ ഒരുപാട് നട്ട്സ് വേണ്ടവർക്ക് ഒരുപാട് നട്ട്സ്, വേറെ എന്തെങ്കിലും ഇൻഗ്രീഡിയൻസ് വേണ്ടവർക്ക് കൂടുതലായിട്ട് അതൊക്കെ ആഡ് ചെയ്യാവുന്നതാണ്. എന്തായാലും എൻ്റെ മോൾക്ക് ഇത് ഇഷ്ടപ്പെട്ടു. ഇപ്പോഴൊക്കെ ഇങ്ങനെയൊക്കെ തട്ടിക്കൂട്ടിൽ നടക്കുകയുള്ളൂ. കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇതൊന്നും നടക്കത്തില്ല കേട്ടോ. അപ്പോൾ ടാറ്റ ബൈ.